ഇടുക്കി പാർക്കിൽ കടുവ ഇറങ്ങിയതായ അഭ്യൂഹം വനംവകുപ്പും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തുന്നു. ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 മലപ്പുറം സ്വദേശിയായ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറയുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിജു വരികയാണ്. ബിജു, പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു, ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു, ഇപ്പോൾ കടുവ ഇറങ്ങിയതായുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിന് സമീപമുള്ള പാർക്കിലാണ്, അതായത് കൊളുമ്പന്റെ പാർക്കിലാണ് ഇന്ന് പുലർച്ചെ 3:30 കടുവ ഇറങ്ങിയതായി ഒരു അഭ്യൂഹം പരക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാല് കുമളിയിലേക്ക്, മലപ്പുറത്ത് നിന്നും കുമളിയിലേക്ക് ചരക്കുമായി പോയ ലോറിയുടെ ഡ്രൈവറാണ് തന്റെ വാഹനത്തിന് മുൻപിൽ കൂടി കടുവ ക്രോസ് ചെയ്ത് പാർക്കിലേക്ക് ഓടിയത് നേരിൽ കാണുന്നത്. ഇദ്ദേഹം ഉടൻ തന്നെ പാർക്കിലെ സെക്യൂരിറ്റി ഗാർഡിനെ വിവരം അറിയിച്ചു. സെക്യൂരിറ്റി ഗാർഡ് അപ്പോൾ നഗരപ്പാറ, അതായത് ചെറുതോണിക്ക് സമീപമുള്ള ഇടുക്കി നഗരപ്പാറ ഫോറസ്റ്റ് അധികൃതർ, വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. അവരും ഇടുക്കി പോലീസും ചേർന്ന് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് പുലർച്ചെ നേരം ചേർന്ന് നടത്തിയത്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും കടുവയുടെ സാന്നിധ്യം ഒരിടത്ത് കണ്ടെത്തിയിട്ടില്ല. അതിനുശേഷം വിദഗ്ധ പരിശോധന എന്നതിലേക്ക് ഇപ്പോൾ കാൽപ്പാടുകൾ എവിടെയെങ്കിലും പതിഞ്ഞോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. ഇതുവരെയും നിലവിൽ അങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആശങ്ക എന്ന് പറയുന്നത് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഞ്ഞിക്കുഴിയിലും അതുപോലെ തന്നെ പുഷ്പഗിരി മേഖലയിലുമൊക്കെ പുലി ഇറങ്ങി എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതിൻ്റെതായ പുലിയുടെ സംശയിക്കുന്ന ചില ഫോട്ടോകളൊക്കെ ഇങ്ങനെ ചില വാഹനങ്ങൾ ഓടിയപ്പോഴൊക്കെ കിട്ടിയ വാഹനത്തിന്റെ ക്യാമറയിൽ നിന്നൊക്കെ പകർത്തിയ ഫോട്ടോകളൊക്കെ പ്രചരിച്ചിരുന്നു. അതൊക്കെ അത് ഒരു നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പൂച്ചപ്പുലി എന്നൊക്കെ പറയുന്ന ഒരു സാധനം, പക്ഷെ വനംവകുപ്പ് പൂച്ചപ്പുലി എന്ന് പറയുന്ന ഒരു ജീവി ഇല്ല എന്ന് പറയുമെങ്കിൽ പോലും അങ്ങനെ ഒരു കുറ്റേക്കാളും വലിപ്പം, ആടുകുട്ടിക്കൊക്കെ വലിപ്പം വരുന്ന ചെറിയൊരു പുലി പോലെയുള്ള പൂച്ചപ്പുലി എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ സാന്നിധ്യമാണ് ഉദയങ്ങളിലൊക്കെ കണ്ടത് എന്ന് തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഫോട്ടോയിൽ നിന്ന് തന്നെ. എന്നാൽ കഞ്ഞിക്കുഴിയിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുവ ഇറങ്ങി എന്ന ഒരു അഭ്യൂഹം പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് തോപ്രാങ്കുടിയിലും ഒക്കെ കടുവ ഇറങ്ങിയെന്ന് പറഞ്ഞു. അവസാനം വാഴവരയിൽ വന്ന ഒരു കുളത്തിക്കാരി കടുവ ചത്തൊരു സംഭവം ഉള്ളപ്പോൾ തീർത്തും ഈ ഒരു അഭ്യൂഹം അത് തള്ളിക്കളയുവാൻ കഴിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. എന്നിരുന്നാൽ തന്നെ ചെറുതോണി പോലീസും നഗരപ്പാറ ഫോറസ്റ്റ് അധികൃതരുമൊക്കെ സ്ഥലത്ത് ശക്തമായ പരിശോധന നടത്തുകയാണ്. ഇടുക്കി പാർക്ക് എന്ന് പറയുന്നത് ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ഒരുപക്ഷെ അവിടെ വനത്തിൽ നിന്നൊക്കെ ഈ പറയുന്ന വന്യജീവികളൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാണെങ്കിൽ ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ചരക്ക് ലോറി ഡ്രൈവർ റിൻഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റിൻഷാദാണ് ഈ പാർക്കിന് സമീപം കടുവ തന്റെ വാഹനത്തിന് മുൻപിലൂടെ ചാടിയത് കണ്ടത്. എന്നാലും പോലീസും ഫോറസ്റ്റും ഒക്കെ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സാന്നിധ്യവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ശരി ബിജു, ഇടുക്കി പാർക്കിൽ കടുവ ഇറങ്ങിയതായുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വനംവകുപ്പും പോലീസും സ്ഥലത്ത് പരിശോധനകൾ തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചടക്കം നിരീക്ഷണങ്ങൾ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 മലപ്പുറം സ്വദേശിയായ ലോറി ഡ്രൈവർ കടുവയെ കണ്ടതായുള്ള വിവരങ്ങൾ പുറത്തേക്ക് പങ്കുവച്ചു. നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് പരിശോധനകൾ തുടരുകയാണെങ്കിലും നിലവിൽ കടുവയുടെ സാന്നിധ്യമൊന്നും പ്രദേശത്ത് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല.